കാശേ നായി പതുക്കെ പോടാ, അല്ലെങ്കിൽ പെരുന്നാളായിട്ട് മയ്യത്തെടുക്കേണ്ടി വരും. ഒന്ന് മിണ്ടാണ്ടിരുന്നേ നീ. കാശി വണ്ടി 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 വണ്ടി. തന്നിട്ട് പോയതെന്ത് തഞ്ചത്തില് തഞ്ചത്തില് നെഞ്ചിന്റെ ജാഗിരി തള്ളി തുറന്നിട്ട് പഞ്ചാര ചാക്കുകൾ തട്ടി മറിച്ചിട്ട് തക്കത്തില് തട്ടത്തില് തന്നിട്ട് പോയതെന്ത് ഒരു കാര്യം പറയാണ്ട്. അതിന് ഞാൻ ഇതിലൊരു കത്ത് വെച്ചിട്ടുണ്ട്. അത് വായിച്ചിട്ട് എനിക്ക് എന്നോട് എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ഇതിലുള്ള ഇട്ടിട്ട് നാളെ പറഞ്ഞു കേട്ടോ. ഷാന, ആദ്യമായിട്ട് ആ ആക്സിഡൻറ്റിൽ വെച്ചിട്ടാണ് അന്നെ ഞാൻ കണ്ടത്. കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായി. എന്നോടത് നേരിട്ട് എങ്ങനെ പറയണ്ടേന്നോ, എന്താ പറയണ്ടേന്നോ, എന്താ തരണ്ടേ എന്നൊന്നും എനിക്കറിയില്ല. ഒരു ലൈഫല്ലേ ഉള്ളൂ, അത് എൻ്റെ കൂടെ ആവണമെന്നുണ്ട്. ഈ കത്തിൻ്റെ ഒപ്പം ഒരു സാധനം ഞാൻ വെച്ചിട്ടുണ്ട്. അതിനുള്ളിൽ എന്നോട് എന്തേലും ഇഷ്ടം തോന്നുന്നുണ്ടെങ്കിൽ നാളെ അത് ഈ ഒന്ന് ഇട്ടുകൊണ്ട് വരണം. അവിടെ വെച്ചിട്ടില്ലടാ. സാരല്ലേ, നോക്ക് നോക്ക് നോക്ക്. ഈ കത്തിൻ്റെ ഒപ്പം ഒരു സാധനം ഞാൻ വെച്ചിട്ടുണ്ട്. അതിനുള്ളിൽ എന്നോട് എന്തേലും ഇഷ്ടം തോന്നുന്നുണ്ടെങ്കിൽ നാളെ അത് ഈ ഒന്ന് ഇട്ടുകൊണ്ട് വരണം.
സഫ്രേ വാ ഇരിക്കി. സഫ്രേ അല്ല സഫ്രേ കുറച്ച് ദിവസമായിട്ട് എന്താ ചെങ്ങായിക്കൊരു മൂഡ് ഔട്ട്? ഇല്ലുമ്മ ഈ പ്രായത്തിലേ മൂഡ് ഓഫ് അത്ര നല്ലതല്ലല്ലോ. സഫറേ എൻ്റെ ചെങ്ങായിക്ക് ഒരു പെണ്ണിനെ നോക്കണം. അതൊക്കെ ഓൻ എപ്പോഴും നോക്കി വെച്ചേക്കല്ലോ ഉപ്പ. കാണിച്ചോണ്ടാ ഞങ്ങളൊന്ന് പൊയ്ക്കേ. കാസി കഴിച്ചിട്ട് പുറത്തോട്ടോ. എന്താ കാസി, എന്താ പ്രശ്നം? അവളുടെ പേരെന്താ? ഷഹാന. ഹലോ ഷഹാന. കാസി ആകെ പ്രശ്നമായടാ. വീട്ടിൽ ഉപ്പയൊക്കെ ദേഷ്യത്തില്ല. കല്യാണം വേഗം നടത്തുന്നൊക്കെ പറയും. നീ എന്തെങ്കിലും ഒന്ന് വേഗം ചെയ്, അല്ലെങ്കിൽ അത് എന്റെ കയ്യിൽ ഫോണിനി ഉണ്ടാവില്ല. നീ ഒന്ന് വേഗം ഒന്ന്. ഇതിനാണോ നീ ഇത്ര ടെൻഷൻ അടിക്കുന്നേ? അല്ല ഇപ്പോൾ അവളുടെ വീട്ടിൽ നല്ല പ്രശ്നമാണ്. എന്നാലേ വൈകുന്നേരം നമുക്ക് ഉമ്മാനെ കൂട്ടിയിട്ട് അങ്ങോട്ട് ഒന്നും പോവാം. പേടിക്കണ്ട, നമുക്ക് ശരിയാക്കാം. കാസി ഓർമ്മ ഉണ്ടോ, അതോ മറന്നുപോയോ? 2 വർഷം കഴിഞ്ഞില്ലേ? എനിക്ക് എന്നോട് ശരിക്കും ഇഷ്ടമുണ്ടായിരുന്നോ, അതോ എല്ലാം വെറും തമാശയായിരുന്നോ? ഒരൊറ്റ കാര്യം പറയോ, ഞാൻ അന്ന് അത്രയൊക്കെ പറഞ്ഞിട്ടും നീ എന്താ വരാഞ്ഞേ? അത് പിന്നെ അന്ന് ഉപ്പയും ഞങ്ങളും. അല്ലെങ്കിൽ നിനക്ക് ഉപ്പയും കഴിഞ്ഞിട്ടില്ല വേറെന്തോ. ഞാൻ മാത്രം മണ്ടി നിന്നെയും കാത്തിരുന്ന് അവസാനം വീട്ടുകാരെ നിർബന്ധപ്രകാരം വേറെ കല്യാണം കഴിക്കേണ്ടി വന്നു. ചെല്ല്, പെരുന്നാളല്ലേ, വീട്ടിലെല്ലാരും കാത്തിരിക്കുന്നുണ്ടാവും. ഇഹപരമിലും തുണറബ്ബ് നിന്നുടയോൻ റബ്ബ് റബ്ബോടിന്നെൻ ഹുബ്ബ് പകലിരവുകളുടെ റബ്ബ് ഇഹപരമിലും തുണറബ്ബ് ഉടലിനുടയോൻ റബ്ബ് റബ്ബോടിന്നെൻ ഹുബ്ബ് കൽബിനകമേ കബപണിതേ ഹജറുൽ അസ്വദായ് നീയും പതിഞ്ഞേ